ചില പച്ചക്കറികളെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടാവില്ല അല്ലേ? അങ്ങനെ ഞാൻ എൻ്റെ കറികളുടെ ലിസ്റ്റിൽ നിന്ന് തള്ളിവിട്ടിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ പടവലങ്ങ. സാധാരണ തേങ്ങയൊക്കെ അരച്ചിട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇതേ ഒരു രീതിയിൽ കറി വെച്ച സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെമ്മീൻ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി നല്ലപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടവലങ്ങ തോരൻ്റെ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന ഒരുപാട് പേരുടെ കമൻസ് ആണ് കേട്ടോ, നമ്മുടെ ചെമ്മീനും പടവലങ്ങയും ചേർത്ത് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ സാധാരണ തോരൻ വെക്കുന്നതിന് പകരമായിട്ട് ഞാനത് വെച്ചിട്ട് ഒരു കറി വെച്ച് നോക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഏകദേശം വറവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും ഒരു പകുതി തക്കാളിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ പ്രഷർ കുക്കറിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. ഇടയിലായിട്ട് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഞാനിതുപോലെ പടവലങ്ങയും അതുപോലെ തന്നെ തക്കാളിയും ചേർത്തിട്ട് ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് അങ്ങനെ കറി വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊട്ടും ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കറികളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ എഴുതി തള്ളിയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു നമ്മുടെ ഈ പടവലങ്ങ. അങ്ങനെ നമ്മുടെ പടവലങ്ങയും ചെമ്മീനൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി തേങ്ങ ചേർത്ത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ഇത് തിളയ്ക്കാനായിട്ട് നിൽക്കരുത്. കാരണം നമ്മൾ മൺചട്ടിയിൽ കറി വെച്ചതുകൊണ്ട് തന്നെ വീണ്ടും അതിൻ്റെ ആ ഒരു ചൂട് കാരണം ഇങ്ങനെ ഒന്ന് തിളച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ താളിച്ച് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ഒരു ചെമ്മീൻ്റെ ഒക്കെ പ്രത്യേക ഫ്ലേവർ ഈ ഒരു കറിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ചേർത്തിട്ട് കറി വയ്ക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് സംഭവം? ഈസി അല്ലേ?